കോഴിക്കോട് പുതിയാപ്പ ഹാർബറിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നിർമ്മിച്ച കെട്ടിടം കാട് പിടിച്ച് നശിക്കുന്നു. മത്സ്യബന്ധന വലകളും അനുബന്ധ ഉപകരണങ്ങളും സൂക്ഷിക്കാൻ നിർമ്മിച്ച കെട്ടിടമാണ് അനാഥമായി കിടക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് വലകളും മറ്റ് ആധുനിക ഉപകരണങ്ങളും സൂക്ഷിക്കാനാണ് കെട്ടിടം നിർമ്മിച്ചത്. നബാർഡിന്റെ സഹകരണത്തോടെ 1.98 കോടി രൂപ ചെലവിട്ടാണ് നിർമ്മാണം. ഈ കെട്ടിടമാണ് സർക്കാർ അനാസ്ഥയിൽ നശിക്കുന്നത്. ഇപ്പം വാടക കൂടുതലും കൂടിയാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പം വെറുതെ കിടക്കുകയാണ്. ആർക്കും ഉപകാരമില്ലാത്ത രീതിയിൽ പല കാര്യങ്ങളും ഈ ഹാർബറിൽ പല സാധനങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നല്ലാതെ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഉപകാരങ്ങൾ ഉണ്ടായിട്ടില്ല. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 2018 പണി തുടങ്ങി 2022 പണി പൂർത്തിയായത്. എന്നാൽ വൈദ്യുതി, ജലവിതരണമടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല. കൂടിയ വാടക നിശ്ചയിച്ചതിനാൽ നൽകാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയിലാണ് തൊഴിലാളികൾ. ഇതിൻ്റെ അകത്ത് ശരിക്കും സൗകര്യം പോരാ. ഒരു റൂമിൻ്റെതായ ഒരു സൗകര്യം ഇല്ല. പിന്നെ അവരുദ്ദേശിച്ചത് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. കറണ്ട് അവർ എല്ലാ ലൈനൊക്കെ വലിച്ചിട്ടുണ്ട്, കണക്ഷൻ കൊടുത്തിട്ടില്ല. തൊഴിലാളികൾക്ക് ഏറെ അത്യാവശ്യമുള്ളതും പ്രയോജനപ്പെടുന്നതുമായ സംവിധാനമാണ് പിണറായി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയിൽ നശിക്കുന്നത്. കെട്ടിടം സൗകര്യങ്ങൾ ഒരുക്കി മത്സ്യത്തൊഴിലാളികൾക്ക് അടിയന്തരമായി നൽകണമെന്നാണ് ഉയരുന്ന ആവശ്യം. ജനം, കോഴിക്കോട്.